എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മഷ്റൂം ഫാമിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ എന്റെ ഒയിസ്റ്റർ മഷ്റൂം ഫാമിന്റെ ഉള്ളിലെ വിശേഷങ്ങൾ കാണിക്കാനാണ് പോകുന്നത്. നമ്മുടെ ഈ കൊച്ചു ചാനൽ ഇപ്പോൾ 500 സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വലിയ പിന്തുണയ്ക്ക് ഒരുപാട് നന്ദി. ഇതാണ് നമ്മുടെ ഫാമിന്റെ ഉള്ളിലെ കാഴ്ചകൾ. ബെഡുകളെല്ലാം വളരെ വൃത്തിയായും കൃത്യമായ അകലത്തിലും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ അന്തരീക്ഷമാണ് കൂണുകളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യം. ഇനി നമുക്ക് ഈ ബെഡുകൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കൂൺ കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൈജീൻ അഥവാ ശുചിത്വമാണ്. ബെഡ് തയ്യാറാക്കുന്നതിന് മുൻപ് നമ്മുടെ കൈകൾ എപ്പോഴും ഡെറ്റോളോ സാനിറ്റൈസറോ ഉപയോഗിച്ച് അണുവിമുക്തമാക്കണം. തികച്ചും ക്ലീൻ ആയിട്ടുള്ള ഒരു സ്പേസിൽ ഇരുന്ന് വേണം ബെഡ് കെട്ടാൻ. ഞാനിവിടെ വുഡ് പെല്ലറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് കൃഷി കൂടുതൽ എളുപ്പമാക്കുന്നു. വിത്തുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പാക്കറ്റ് വിത്ത് സാധാരണ 2 ബെഡിന് വേണ്ടിയുള്ളതാണ് ഉണ്ടാവുക. അതിന്റെ പകുതി എടുത്ത് വേണം ഒരു ബെഡിൽ ഉപയോഗിക്കാൻ. വിത്തുകൾ ഇട്ട ശേഷം അവ സാവധാനം ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കണം. സാധാരണയായി വൈക്കോലിലാണ് എല്ലാവരും കൂൺ കൃഷി ചെയ്യാറുള്ളത്. എന്നാൽ ഞാനിവിടെ വുഡ് പല്ലറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് കൃഷി കൂടുതൽ എളുപ്പമാക്കുന്നു. വൈക്കോലിനെ അപേക്ഷിച്ച് വുഡ് പല്ലറ്റുകൾ ഉപയോഗിക്കുമ്പോൾ അണുബാധയുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കൂടാതെ സ്ഥലപരിമിതിയുള്ളവർക്കും വൃത്തിയായി കൂൺ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും അനുയോജ്യമായ മാർഗമാണിത്. കുറഞ്ഞ അധ്വാനത്തിൽ കൂടുതൽ വിളവ് ലഭിക്കാൻ ഇത് സഹായിക്കുന്നു. ഇതിന് എയർ പാസിംഗിനായി ഞാനിവിടെ ടേപ്പാണ് ഉപയോഗിക്കുന്നത്. ടേപ്പിലൂടെ എയർ ഉള്ളിലേക്ക് കൃത്യമായി കടന്നാൽ മാത്രമേ വിത്തുകളിലെ മൈസീലിയം നന്നായി പടരുകയുള്ളൂ. ബെഡ് തയ്യാറാക്കി കഴിഞ്ഞാൽ അവ ഫാമിൽ തൂക്കിയിടുന്നതാണ് അടുത്ത ഘട്ടം. ഞാനിവിടെ ഓരോ ബെഡും കയർ ഉപയോഗിച്ച് പ്രത്യേകം കെട്ടിത്തൂക്കിയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തൂക്കി നിർത്തുന്നത് വഴി ബെഡിന് ചുറ്റും വായുസഞ്ചാരം ഉറപ്പാക്കാൻ സാധിക്കും. പല്ലറ്റുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നനയ്ക്കുമ്പോൾ ഈർപ്പം കൃത്യമായി നിൽക്കും. മൈസീലിയം ബെഡിൽ പൂർണ്ണമായി പടരാൻ ഈ രീതി സഹായിക്കുന്നുണ്ട്. നോക്കൂ, നമ്മുടെ ഫാമിൽ ഒയിസ്റ്റർ മഷ്റൂം ഇപ്പോൾ പൂക്കൾ പോലെ വിരിഞ്ഞു നിൽക്കുകയാണ്. നല്ല വെള്ള നിറത്തിൽ ഫ്രഷ് ആയിട്ടുള്ള കൂണുകൾ. ഈ കാഴ്ച കാണുന്നത് തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ്, അല്ലേ? നല്ല വിളവാണ് ഇത്തവണ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വളരെ കുറഞ്ഞ സ്ഥലത്ത് ആർക്കും ചെയ്യാൻ പറ്റിയ ഒരു കൃഷിരീതിയാണിത്. വീടിനുള്ളിലെ ഒരു ചെറിയ സ്ഥലത്തോ ഷെഡിലോ വളരെ എളുപ്പത്തിൽ ഇത് തുടങ്ങാവുന്നതാണ്. കുറഞ്ഞ ചെലവിൽ മികച്ച ലാഭം കൊയ്യാൻ കഴിയുന്ന ഒന്നാണ് മഷ്റൂം കൃഷി. പരിമിതമായ സൗകര്യങ്ങൾ ഉള്ളവർക്കും വീട്ടമ്മമാർക്കും ഇതൊരു മികച്ച വരുമാന മാർഗമാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വേഗം തന്നെ 600 സബ്സ്ക്രൈബേഴ്സിലെത്താൻ നിങ്ങളുടെ സഹായം വേണം. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.